പൊതുമേഖലാ സ്ഥാപനമായ KMML-ൽ വിജിലൻസ് പരിശോധന. മുൻകാലങ്ങളിൽ നടന്ന ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന. KMML-ൽ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഇന്നോവ ക്രിസ്റ്റ വിൽപ്പനയിൽ ക്രമക്കേട് നടന്നതായി നേരത്തെ ന്യൂസ് മലയാളം വാർത്ത നൽകിയിരുന്നു. ഈ വാഹന വിൽപ്പനയിലും വിജിലൻസ് കൊല്ലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, പൊതുമേഖലാ സ്ഥാപനമായ KMML-ലെ തന്ത്രപ്രധാനമായ യൂണിറ്റുകളിൽ ഒന്നാണ് ഇൽമനേറ്റ് ബെനിഫിസിഷൻ പ്ലാന്റ്, അതായത് IBPA പ്ലാന്റ്. ഈ പ്ലാന്റിൽ 2024 ശേഷം വലിയ രീതിയിൽ ഉൽപ്പാദനക്കുറവുണ്ടായി. അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഒപ്പം തന്നെ BI പുറത്തുനിന്ന് വാങ്ങുന്ന BI വലിയ വില കൊടുത്ത് ഈ BI പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലും കടുത്ത സാമ്പത്തിക നഷ്ടം സർക്കാരിൽ നിന്നുണ്ടാകുന്ന തരത്തിലുമാണ് അക്കാലയളവിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന്റെ ഒരു റെയ്ഡ്. രണ്ടാമത്തെ കാര്യം, 2018 മോഡൽ ഇന്നോവ വാഹനം. ഈ വാഹനം KMML MD ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനമാണ്. ഈ വാഹനം കഴിഞ്ഞ 4 വർഷത്തിനിടെ മെയിൻ്റനൻസ് ചിലവിൽ 8 ലക്ഷം രൂപ ഈ വാഹനത്തിനായി ചിലവഴിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഈ വാഹനം ടൊയോട്ടോയുടെ തന്നെ ഒരു ഷോറൂമിൽ കൊണ്ടുവന്ന് ബൈബാക്ക് ചെയ്യുകയാണ്. ബൈബാക്ക് ചെയ്യുമ്പോൾ 7 ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനം വിറ്റിരിക്കുന്നത്. അതായത് മാർക്കറ്റ് വില 10 ലക്ഷത്തിന് മുകളിൽ ഉള്ളപ്പോഴാണ് 7 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വിറ്റിരിക്കുന്നത്. ഇതിൽ ക്രമക്കേടുണ്ടെന്നും വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നു. നേരത്തെ ഇതേ വാർത്ത ന്യൂസ് മലയാളം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു സ്ഥലത്ത് മാത്രം കൊണ്ടുചെന്നാണ് ഈ വാഹനം ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുചെന്ന് മാത്രമാണ് ഇത് വാല്യുവേഷൻ നടത്തിയിരിക്കുന്നത്. ഒന്നിലധികം സ്ഥാപനങ്ങളിൽ എത്തിച്ച് വാല്യുവേഷൻ നടത്താത്തതിൽ ഗുരുതരമായ വീഴ്ച KMML-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അന്വേഷണം നടത്തണമെന്നും ഈ പരാതിക്കാരൻ ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിജിലൻസ് പരിശോധന നടന്നത്. ഇന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രധാനമായും KMML MD, TP യൂണിറ്റിലെ അന്നത്തെ തലവന്മാർ, അങ്ങനെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവനും മൊഴിയെടുക്കേണ്ടതുണ്ട്. വിശദമായ വിവരങ്ങൾ ഇവരിൽ നിന്നും ആരാഞ്ഞിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർ അക്കാലയളവിലുള്ള പല സ്ഥലങ്ങളിലും ജനറൽ ട്രാൻസ്ഫർ വന്നതോടുകൂടി പല യൂണിറ്റുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവരിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ വിജിലൻസ് തേടും. എന്തായാലും വലിയ ക്രമക്കേടുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിജിലൻസ് ഇതിലൊരു കേസെടുക്കാൻ തീരുമാനിക്കുകയും പരാതിക്കാരൻ്റെ മൊഴി സ്വീകരിക്കുകയും ഇപ്പോൾ ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഹർഷൻ, ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.